2016 ഇവർ അധികാരത്തിൽ കയറുമ്പോൾ ഉള്ള ഈ വരുമാനം വർദ്ധിക്കുക കാഷിന്റെ ബേസിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസിൽ പറഞ്ഞാൽ അത് വലിയ കൺഫ്യൂസിംഗ് ആണ്. കാരണം 2016 72 രൂപ ഉണ്ടായിരുന്ന പെട്രോളിൽ നിന്ന് 115 രൂപയാണ്. അപ്പം 72 നിന്ന് കിട്ടുന്ന നികുതിയല്ല 115 ഉണ്ടാകുമ്പോൾ കിട്ടുന്ന നികുതി ഇല്ലേ. നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ എന്താ, ടാക്സ് സർക്കാരിന് കൂടുകയാണ്. പെർസെന്റേജ് കണക്കിലല്ലേ ടാക്സ് കൂടുകയാണ്. ഇങ്ങനത്തെ സ്വാഭാവിക വർധന വരുമാനത്തിനുണ്ടായി. 10 വർഷം കൊണ്ട് പുതിയ വരുമാന സ്രോതസ് കണ്ടുപിടിക്കാൻ എന്ത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നും പറയാനില്ല. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നികുതി, ഇപ്പൊ സോപ്പും ചീപ്പും കണ്ണാടിയും മേടിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നികുതി ഉണ്ടെങ്കിൽ ആ നികുതി സർക്കാർ 2021 ബജറ്റിൽ നോളജ് ബേസ്ഡ് എക്കോണമി എന്നായിരുന്നു പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചത്. അത് 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്രയും ഭാവനാപൂർവമായ പദ്ധതികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ ബ്ലൂ എക്കണോമിയിൽ പറയുന്നു നിങ്ങൾക്കും കഴിയില്ല, നിങ്ങൾക്ക് അതിന് ദിശാബോധമില്ല, നിങ്ങൾ അതിൽ പ്രായോഗിക മാതൃക ചൂണ്ടിക്കാട്ടുന്നില്ല എന്നാണ് അജിംസെ ഈ പദ്ധതി പ്രഖ്യാപിക്കുകയും ആ പദ്ധതിക്ക് പണം കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു സമീപനം ഉണ്ടാവണമായിരുന്നു. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പദ്ധതി പറഞ്ഞിട്ട് അതിന് വരുമാനം ഉണ്ടാക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചത് GST വരുമാനം മെച്ചപ്പെടുത്തുന്നതിൽ എത്ര. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സർക്കാരിന്റെ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി അല്ലേ പറഞ്ഞത് IGSTയുടെ റിട്ടേൺ ഫോം പരിഷ്കരിക്കാത്തതിന്റെ പേരിൽ 5 വർഷം കൊണ്ട് 25,000 കോടി നഷ്ടപ്പെട്ടു ഇല്ലേ? 5 വർഷം കൊണ്ട് 25,000 കോടി നഷ്ടപ്പെടുത്തിയൊരു ഗവൺമെന്റ് അല്ലേ ഈ കഴിഞ്ഞ ഗവൺമെന്റ്. ഇവര് വരുമാനം കൂട്ടിയതാണോ പറയുന്നത്? എന്തു വരുമാനം പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു? GST ഇപ്പൊ ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ പറയുകയാണ് സ്വർണത്തിന്റെ വരുമാനം 600 കോടി മാത്രമാണ്, പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കും? ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ പരാജയമല്ലേ? 10 വർഷം മുമ്പ് സ്വർണത്തിന് 500 കോടി ഉണ്ടായിരുന്നത് 10 വർഷത്തിന് ശേഷം ഇന്ന് സ്വർണത്തിന്റെ ഇരട്ടി 10 ഇരട്ടിയോളം വില വർദ്ധിച്ച സമയത്ത്, 10-15 ഇരട്ടി വില വർദ്ധിച്ച സമയത്ത് 600 കോടി മാത്രമാണ് സ്വർണത്തിന്റെ വരുമാനം ഉണ്ടെന്ന് 1 മാസം മുമ്പ് ഇറങ്ങിപ്പോയ ഗവൺമെന്റ് പറഞ്ഞാൽ പിടിപ്പ് കേട്. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അല്പം ഉളുപ്പെങ്കിലും വേണ്ടേ? എന്തുകൊണ്ട് സ്വർണത്തിന്റെ നികുതി പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല? GST വരുമാനം, E-way ബില്ല് ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ ഈ ചർച്ചയിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. E-way ബില്ല് ഉൾപ്പെടെ പരിഷ്കരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഇവരുടെ പിടിപ്പ് കേടുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട GST ഉൾപ്പെടെയുള്ള വരുമാനം മുഴുവൻ ഇല്ലാതെയാക്കി. എന്നിട്ട് ഭാവനയിൽ നിന്ന് കണക്കുണ്ടാക്കി. നോക്കൂ, ഇപ്പൊ തന്നെ തോമസ് ഐസക് സമ്മതിച്ചല്ലോ, അവർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പ്ലാനിൽ 20,500 കോടി ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം ചോദിച്ചല്ലോ, VD സതീശൻ ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഭാവനയിൽ നിന്ന് പദ്ധതി ഉണ്ടാക്കിയിട്ട് നടത്തുക. എന്നിട്ട് പദ്ധതി നടത്തിപ്പിനെ കുറിച്ചാണ് ശ്രീ പ്രശാന്ത് പറയുന്നത്. പ്രശാന്തിന് ഓർമ്മയില്ലേ 2024-25 സാമ്പത്തിക വർഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിധം 50% വെട്ടിക്കളഞ്ഞില്ലേ നിങ്ങൾ? 50% പദ്ധതി നിങ്ങൾ വെട്ടിക്കളഞ്ഞില്ലേ? പണം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയും വലിയ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ പദ്ധതി വെട്ടിക്കളഞ്ഞത്? അപ്പൊ ഇതൊക്കെ വെറുതെ ഇതായിട്ട് പറയാം. പിന്നെ പൊതുമേഖലയിൽ ഖനനം എനിക്ക് നല്ല ഹഠാത് ആകർഷിച്ചു. എനിക്കത് പൊതുമേഖലയിൽ ഖനനമാണ് ഞങ്ങളുടെ നിരന്തര നിലപാട്. ഇന്ന് പഴയ മുഖ്യമന്ത്രിയുടെ മകള് തിരുവനന്തപുരത്ത് EDOയുടെ കൂടെ ബാങ്ക് ലോക്കറിന്റെ അവിടെ നിന്ന് എന്തിനാണെന്നറിയോ? 2019 ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ സാമ്പത്തിക നയം പിന്തുടരുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 2019 ഈ പ്രധാനപ്പെട്ട ഖനനമെല്ലാം, ക്രിട്ടിക്കൽ മൈനിങ് എല്ലാം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഓർഡർ മടക്കി പെട്ടിയിൽ വെച്ച് ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും ഖനനം ചെയ്യാൻ അനുമതി കൊടുത്ത് അവസാനം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നതിന് ശേഷം മാത്രം ഇത് റദ്ദാക്കി നടപടിയെടുത്ത ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ വക്താവാണ് പറയുന്നത് പൊതുമേഖലയിൽ ഖനനം എന്നാണ് ഞങ്ങളുടെ നിരന്തരാവശ്യം. എന്തൊരവസ്ഥയാണ്! ED ചോദ്യം ചെയ്യുന്ന എന്തിനാ? ഈ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി മേടിച്ചതിനാണ്. അത് ഈ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ മറച്ചു വെച്ചുകൊണ്ട് ആ സ്വകാര്യ വ്യക്തി മേഖലയ്ക്ക് ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തതെന്നാണ് അതിനകത്തുള്ള ക്വിഡ് ഇല്ലേ? അപ്പൊ ഇതൊക്കെ പറയുന്നതിന് അല്പം ഇത് വേണം. പിന്നെ കിഫ്ബി ഇല്ലാതെ ഈ നാട്ടിലൊന്നും നടന്നിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ കാണുന്ന സ്കൂളും ആശുപത്രി കെട്ടിടങ്ങളും കൊണ്ടാക്കിയ കിഫ്ബിയാണോ? അതിനല്ലേ പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ ഇവർ കിഫ്ബി എന്ന് പറഞ്ഞ ഓഫ് ബജറ്റ് ബോറോയിങ് സംവിധാനം എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഞാൻ കുറെ ചർച്ചകളിൽ ഈ കഴിഞ്ഞ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് സംസാരിച്ച ചർച്ചയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എടുത്ത് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ വികസന പദ്ധതി 10 വർഷം കൊണ്ട് നടപ്പാക്കിയോ നിങ്ങളൊന്ന് പറയാൻ പറഞ്ഞു. നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മതി. ഒന്നുമില്ല. പറയാനുള്ളത് ആകെ ഹൈവേക്ക് 5,000 ചില്ലാനും രൂപ കൊടുത്തു. 5,000 ചില്ലാനും കോടി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനായിട്ട് കിഫ്ബിയുടെ ആവശ്യമുണ്ടോ? കിഫ്ബിയാണോ സ്ഥലം ഏറ്റെടുക്കേണ്ടത്? നമ്മുടെ ഗവൺമെന്റ് അല്ലേ പണം കൊടുക്കേണ്ടത്? ഗവൺമെന്റ് പണം കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് കിഫ്ബി എന്തിനാ?
അപ്പൊ നമ്മുടെ പ്ലാനിനെ പോലും അട്ടിമറിച്ചു. എന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുൾപ്പെടെ നമ്മുടെ വിഭവങ്ങളിൽ അർഹമായ പങ്കാളിത്തം കൊടുക്കേണ്ട അടിസ്ഥാനപരമായ ആശയത്തെ അട്ടിമറിച്ച് കിഫ്ബി എന്ന് പറഞ്ഞ് പുതിയൊരു സംവിധാനം ഉണ്ടാക്കി, എന്നിട്ട് അതിന് ചിട്ടുപിരിച്ച് പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതിനുശേഷം 9.75% പണമെടുത്ത് ഈ നാടിന് അധിക സാമ്പത്തിക വരുത്തി വെച്ചല്ലേ അവിടെ ഭൂത്തിന്റെ ഇടമായി മാറി. 50ഓളം ഉദ്യോഗസ്ഥർ 1.5 ലക്ഷം ശമ്പളത്തിലിരിക്കുക, വിരമിച്ച ഉദ്യോഗസ്ഥർ 50ഓളം പേര്. എന്തിനാണ് ഈ വേറൊരു സാമ്രാജ്യം ഉണ്ടാക്കിയത്? നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അത്രമാത്രം ഒരു കഴിവില്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് കഴിവില്ലാത്തതുകൊണ്ടാണോ? അപ്പൊ ഇതെല്ലാം എന്നിട്ട് അതിൽ നിന്നാണല്ലോ ഡെപ്യൂട്ടേഷൻ നിയമിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വികലമായ സാമ്പത്തിക നയം കൊണ്ട് 10 വർഷം തകർത്തെറിഞ്ഞൊരു കേരളമാണ്. ആ കേരളത്തെ തിരിച്ചു പിടിക്കേണ്ടത്. ഞങ്ങൾ എങ്ങനെ വിഭവ സമാഹരണം നടത്താൻ പോകുന്നത്? ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേരളത്തിലെ ടാക്സ് സ്ട്രക്ചറിലുള്ള ലീക്ക് മുഴുവൻ ഇല്ലാതെയാക്കാൻ പോവുക. ഞങ്ങൾ ടാക്സ് കളക്ഷൻ എഫിഷ്യന്റ് ആക്കി മാറ്റും, ഇന്റലിജൻസ് സംവിധാനം എഫിഷ്യന്റ് ആക്കി മാറ്റും. ഞങ്ങൾ അതിലൂടെ ആ പണം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പണം തിരിച്ചു പിടിക്കും, ദൂർത്തൊഴിവാക്കും. കണ്ടില്ലേ മുഖ്യമന്ത്രി 3 കാറിൽ യാത്ര ചെയ്യുന്നത്? അത് മെസ്സേജാണ്. അതുകൊണ്ട് വലിയ കോടികൾ ലാഭിക്കാന്നല്ല, മെസ്സേജാണ്. ഈ പറയുന്ന ദൂർത്ത് നിയമനങ്ങൾ ഞങ്ങൾ റദ്ദാക്കും. ലോക്സഭ ലോക കേരള സഭ പോലെയുള്ള ദൂർത്ത് ഇല്ലാതെയാക്കും. ഹെലികോപ്റ്റർ പോലെയുള്ള ദൂർത്ത് ഇതൊക്കെ കളഞ്ഞ് കുറെ കോടി പിരിച്ചുകൊണ്ടുവരാൻ പറ്റുന്നേ. ആ പൈസയൊക്കെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉള്ള പണം ഉണ്ടാവും. പക്ഷെ അതിന് സമയം വേണം. ആ ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഈ വിഭവങ്ങൾ അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ ഊർജിതമാക്കി മാറ്റി പണം ഉണ്ടാക്കിയതിനു ശേഷമാണ് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഈ പദ്ധതികൾ തുടങ്ങി വെക്കണം.